ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. എയിംസ് കോഴിക്കോട് കിനാലൂർ തന്നെ വേണം. കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ച പി.ടി. ഉഷ. എയിംസ് കോഴിക്കോട് കിനാലൂർ തന്നെ വേണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാംഗം പി.ടി. ഉഷ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചു. സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയായതാണെന്നും കത്തിലുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ എയിംസ് ആലപ്പുഴയിൽ വേണമെന്നാവശ്യപ്പെടുമ്പോഴാണ് പി.ടി. ഉഷ കിനാലൂരിന് വേണ്ടി കത്തയച്ചത്. നേരത്തെ രാജ്യസഭയിൽ 2 തവണ ഇക്കാര്യം പി.ടി. ഉഷ ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് കിനാലൂരിലാണ് സംസ്ഥാന സർക്കാർ എയിംസിനായി സ്ഥലം നിർണ്ണയിച്ചിട്ടുള്ളത്. ഇതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് എയിംസിൽ തർക്കം ഉടലെടുത്തത്. നേരത്തെ അയച്ചിരുന്ന കത്ത് വീണ്ടും കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് അയക്കുകയായിരുന്നു പി.ടി. ഉഷ. സംസ്ഥാന സർക്കാർ നിർണ്ണയിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ എയിംസ് വരണമെന്നതിൽ പി.ടി. ഉഷ ഉറച്ചു നിൽക്കുകയാണ്. ട്രംപ് സമാധാന നൊബേലിന് അർഹൻ. ഇന്ത്യ പാക് വെടിനിർത്തലിൽ നിർണായക പങ്കുവഹിച്ചു പാക് പ്രധാനമന്ത്രി. ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക പങ്കുവഹിച്ചെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ. ഡൊണാൾഡ് ട്രംപ് കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നേനെ. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന് നിർണായക സ്ഥാനമുണ്ടെന്നും അതിനാൽ ഞങ്ങൾ ട്രംപിനെ സമാധാന നൊബേലിന് ശുപാർശ ചെയ്യുന്നുവെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ട്രംപ് സമാധാന നൊബേലിന് അർഹനാണെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തലിന് പങ്കുവഹിച്ചതിന് ട്രംപിനെ പാക് പ്രധാനമന്ത്രി പ്രശംസിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. പാക് സൈനിക മേധാവി അസീം മുനീറും സംഘത്തിലുണ്ടായിരുന്നു. ഷെരീഫിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള ആദ്യ സന്ദർശനമായിരുന്നു ഇത്. എങ്കിലും ഏപ്രിൽ 22 ആക്രമണത്തിന് പാകിസ്ഥാൻ സൈനിക മേധാവിയാണ് പ്രകോപനം സൃഷ്ടിച്ചത് എന്ന ഇന്ത്യയുടെ ആരോപണത്തെ അവഗണിച്ചുകൊണ്ട് ജൂൺ 18 ഔദ്യോഗിക വസതിയിൽ ട്രംപ് അസീം മുനീറിനെ ആതിഥേയത്വം വഹിച്ചിരുന്നു. പിന്നീട് ഓഗസ്റ്റിൽ വീണ്ടും അസീം മുനീർ നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിനിടെ അമേരിക്കയുടെ $500 മില്യൺ നിക്ഷേപം പാകിസ്ഥാൻ നേടിയിരുന്നു. വൈറ്റ് ഹൌസ് സന്ദർശിച്ച ഏറ്റവും ഒടുവിലത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനായിരുന്നു. 2019 സന്ദർശനം. പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടണം. ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ. ഭൂട്ടാനിൽ നിന്നുള്ള കാർ കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചു. തന്റെ വാഹനമായ ഡിഫൻഡർ പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെയാണ് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് വാഹനം വാങ്ങിയതെന്നും വാഹനം വിട്ടുകിട്ടണമെന്നും ദുൽഖർ ആവശ്യപ്പെട്ടു. ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങളാണ് കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുള്ളത്. ഇതിൽ 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു വാഹനം മറ്റൊരാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലും പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലും കസ്റ്റംസിന്റെ പരിശോധന നടന്നത്. പിന്നാലെ ദുൽഖറിന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു. പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടന്നെങ്കിലും വാഹനം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നടൻ അമിത് ചക്കാലക്കലിന്റെ എളമക്കര പൊറ്റക്കുഴിയിലെ വീട്ടിലും പരിശോധന നടന്നിരുന്നു. അമിതിന് 8ഓളം വാഹനങ്ങളുണ്ടെന്നാണ് വിവരം. അമിതിനെ കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. അതിനിടെ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് കസ്റ്റംസ്. എറണാകുളം കുണ്ടന്നൂരിൽ നിന്നും ലാൻഡ് ക്രൂസർ പിടികൂടിയതിൽ ഉടമ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തു വരികയാണ്. വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ വിശദമായി പരിശോധിക്കും. എന്താണ് മൾട്ടിപ്പിൾ മൈലോമ? ലക്ഷണങ്ങൾ ഏതൊക്കെ അറിയാം. രക്തത്തിലെ പ്ലാസ്മ കോശങ്ങളെ ബാധിക്കുന്ന അർബുദമാണ് മൈലോമ. പ്ലാസ്മ കോശങ്ങൾ അണുബാധയെ ചെറുക്കുന്നതിനായി ആന്റിബോഡികളെ ഉത്പാദിപ്പിക്കുന്നു. എന്നാൽ ഈ പ്ലാസ്മ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുകയും രക്തകോശങ്ങളുടെ ഉത്പാദനം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ക്യാൻസർ കോശങ്ങൾ അസ്ഥികളെ ദുർബലമാക്കും. ഇത് അസ്ഥികൾക്ക് ഒടിവും നടുവേദനയും ഉണ്ടാക്കും. എല്ലുകൾക്കുള്ളിലെ മജ്ജയിലാണ് ഈ കോശങ്ങൾ ഉണ്ടാവുന്നത്. പിന്നീട് ഇത് രക്തയോട്ടത്തിലൂടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും എത്തുന്നു. ഇത് മൾട്ടിപ്പിൾ മൈലോമ എന്നറിയപ്പെടുന്നു. ഈ ക്യാൻസർ കോശങ്ങൾ മജ്ജയിലെ ആരോഗ്യമുള്ള രക്തകോശങ്ങളെയും ആന്റിബോഡികളെയും നശിപ്പിക്കുന്നു. വൃക്കകളുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന ചില പ്രോട്ടീനുകളും മൾട്ടിപ്പിൾ മൈലോമ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. ഇതിനാൽ ഹീമോഗ്ലോബിന്റെ അളവ് ശരീരത്തിൽ കുറയുകയും പ്രതിരോധശേഷി നഷ്ടപ്പെട്ട് രോഗബാധിതരാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം സമ്മർദ്ദം ശക്തമാക്കുവാൻ ഐ ഗ്രൂപ്പ്. കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനോട് പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും അധികം വോട്ടുകൾ നേടിയ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ആദ്യം മുതലേ ശക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഐ ഗ്രൂപ്പ് സമ്മർദ്ദം ശക്തമാക്കുവാൻ ഒരുങ്ങുന്നത്. അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് 4 ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെ 40 സംസ്ഥാന ഭാരവാഹികൾ എഐസിസിക്ക് കത്തയച്ചിരുന്നു. അതേസമയം KM അഭിജിത്തിനെ അധ്യക്ഷനാക്കണം എന്നാണ് എ ഗ്രൂപ്പിന്റെ നിലപാട്. ലൈംഗികാരോപണത്തെ തുടർന്നുണ്ടായ വിവാദത്തെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷസ്ഥാനം ഒഴിയേണ്ടി വന്നിരുന്നത്. എന്നാൽ രാഹുലിന്റെ പിൻഗാമിയെ കണ്ടെത്തുവാൻ ഇതുവരെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ പരിഗണനയിൽ ഉള്ളത് 4 പേരുകളാണ്. KM അഭിജിത്ത്, അബിൻ വർക്കി, ബിനു ചുള്ളിയിൽ, OJ ജനീഷ് എന്നിവർ പരിഗണനയിൽ. സൌന്ദര്യത്തിന്റെ പരമ്പരാഗത നിർവചനങ്ങളെ പൊളിച്ചെഴുതി ഇഹ ഡിസൈൻസ് ബ്രൈഡൽ എക്സ്പോ. മിസ് സൌത്ത് ഇന്ത്യ മത്സരാർത്ഥികൾ അണിനിരുന്ന ഇഹ ഡിസൈൻസ് ബ്രൈഡൽ എക്സ്പോ ഏറെ ശ്രദ്ധ നേടി. മിസ് സൌത്ത് ഇന്ത്യ 2025 ഫൈനൽ റൌണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 22 മത്സരാർത്ഥികളാണ് ഇഹ ഡിസൈൻസിന്റെ ബ്രൈഡൽ കളക്ഷനിൽ റാമ്പ് വാക്ക് നടത്തിയത്. ലെഹങ്ക, വെഡിംഗ് ഗൌൺ, സാരി എന്നിങ്ങനെ മോഡേൺ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ 22 മത്സരാർത്ഥികളും അണിനിരന്നു. ഇഹ ഡിസൈൻസ് ഉടമ നൂഹ സജീവും മിസ് സൌത്ത് ഇന്ത്യ മത്സരാർത്ഥികൾക്കൊപ്പം റാമ്പ് വാക്ക് നടത്തി. അതിർവരമ്പുകളില്ലാത്ത സൌന്ദര്യ സങ്കല്പം എന്ന ആശയം ആളുകളിലേക്ക് എത്തിക്കുവാൻ ഇത്തവണത്തെ മിസ് സൌത്ത് ഇന്ത്യ മത്സരം കൊണ്ട് സാധിക്കട്ടെയെന്ന് നൂഹ സജീവ് ആശംസിച്ചു. കസറി അഭിഷേക്, തിളങ്ങി സഞ്ജുവും തിലക്കും. ലങ്കയ്ക്ക് ജയിക്കുവാൻ വേണ്ടത് 203 റൺസ്. ഏഷ്യ കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ 203 റൺസ് വിജയലക്ഷ്യം ഉയർത്തി ഇന്ത്യ. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 202 റൺസ് നേടി. പതിവ് പോലെ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത അഭിഷേക് ശർമ്മയാണ് ഇന്ത്യൻ ടീമിൽ തിളങ്ങിയത്. 31 റൺസ് പന്തിൽ 61 റൺസ് നേടിയ അഭിഷേകാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 8 ഫോറും 2 സിക്സറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. അഭിഷേകിന് പുറമെ സഞ്ജു സാംസണും തിലക് വർമ്മയും തിളങ്ങി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയുടേത് വെടിക്കെട്ട് തുടക്കമായിരുന്നു. അഭിഷേക് ശർമ്മ പവർ പ്ലേയിൽ തകർത്തടിച്ചതോടെ ഇന്ത്യൻ സ്കോർ കുതിച്ചു. ലങ്കൻ ബൌളർമാരെ അടിച്ചൊതുക്കിയ അഭിഷേക് 22 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി. തുടക്കത്തിൽ ശുഭ്മാൻ ഗില്ലിനെ നഷ്ടപ്പെട്ടിരുന്നു. എന്നാലും മിന്നും പ്രകടനത്തിൽ മാറ്റം വരുത്തുവാൻ അഭിഷേക് തയ്യാറായില്ല. അഭിഷേക് വെടിക്കെട്ട് തുടർന്നെങ്കിലും 9ാം ഓവറിൽ കൂടാരം കയറി. 4ാം വിക്കറ്റിൽ ഒന്നിച്ച തിലക് വർമ്മയും സഞ്ജു സാംസണുമാണ് ഇന്ത്യൻ ടീമിന് കരുത്തായത്. 3 സിക്സറും 1 ഫോറും അടക്കം 39 റൺസ് നേടിയാണ് സഞ്ജു മടങ്ങിയത്. 1 സിക്സറും 4 ഫോറും അടക്കം 49 റൺസ് നേടിയ തിലക് വർമ്മ ഔട്ടാകാതെ നിന്നു. ഏഷ്യ കപ്പിൽ ഇന്ത്യ നേരത്തെ ഫൈനലിൽ പ്രവേശിച്ചു കഴിഞ്ഞതിനാൽ മത്സരഫലം അപ്രസക്തമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.